സത്യത്തിൽ എനിക്ക് ഈ സ്ഥാപനം തുടങ്ങുന്നതിലുള്ള സന്തോഷത്തോടൊപ്പം മറ്റൊരു അഭിമാനം കൂടിയുണ്ട്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തൊന്നും പോകാതെ തന്നെ ഈ ചെറുപ്പക്കാർ സ്വന്തമായി പല സംരംഭങ്ങളും വളരെ സുതാര്യതയോടെ സത്യസന്ധതയോടെ നടത്തി വിജയിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് അതിമനോഹരമായ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തിന് വിട്ടാൽ, അതിനപ്പുറത്തോട്ട് ഞാൻ പറയുന്നില്ല, കോട്ടയം വരെ പോയാൽ ഇത്ര മനോഹരമായി ഫർണിഷ് ചെയ്തൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. ഇവിടെ ചുറ്റുപാടൊന്നും നോക്കാതെ ഇവിടെ മാത്രം നോക്കിയാൽ ഇതേതോ വിദേശ രാജ്യമാണെന്ന് വിചാരിക്കും. അത്ര മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഗതത്തിൽ പറഞ്ഞു ഒരു 3 പേരും നല്ല കലാകാരന്മാരും കലാകാരിയുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കലാവാസന ഒരു കലാകാരനെ എനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. അത് പ്രതിഫലിച്ചു. ഈ കുട്ടികൾ ഇവിടെ നിന്ന് തന്നെ, ഈ മണ്ണിൽ നിന്ന് തന്നെ, നമ്മളെപ്പോഴും, ഞാൻ ഇന്നലെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തപ്പം പറഞ്ഞൊരു കാര്യം, നമ്മൾ കേരളത്തിൽ നിക്ഷേപകർ വരണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും വിദേശ കമ്പനികൾ വന്ന് ഇവിടെ നിക്ഷേപം നടത്തണം, അല്ലെങ്കിൽ പ്രവാസികളായ ആളുകൾ അവിടെ കഠിനാധ്വാനം ചെയ്ത് അവരിവിടെ വന്ന് നിക്ഷേപം നടത്തണം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മണ്ണിൽ നിന്ന് തന്നെ കഠിനാധ്വാനം ചെയ്ത് ഉയരാം എന്ന് ചെറിയ പ്രായത്തിൽ തെളിയിക്കാൻ ഈ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. ഇതൊരു മാതൃകയാണ് എന്ന് ഞാൻ പറയും. വളരെ മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയും അതിൻ്റെ അന്തരീക്ഷം, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള കിഡ്സ് സോൺ അടക്കം ഉള്ള സംവിധാനങ്ങൾ, ആധുനികമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ട, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള റെസ്റ്റോറൻറ്റ് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ സ്പിന്നേഴ്സ് ഇവിടെ തുടങ്ങുന്നത്. സ്പിന്നേഴ്സിൻ്റെ പേരിൽ തന്നെയുണ്ട് ഹൈജീനിക് ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. യാത്ര എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അനിവാര്യമാണ്. നമ്മളെ MC റോഡിലൊക്കെ യാത്ര കൊണ്ട് പ്രതിവിട്ടുകയാണ്. നാഷണൽ ഹൈവേ തീരുന്നതോടുകൂടി എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ റോഡിൽ ഒരു 60% വണ്ടി അങ്ങോട്ടങ്ങ് പോകും, 60-70% അങ്ങോട്ടങ്ങ് പോകും. പക്ഷേ അപ്പോൾ MC റോഡിലെ യാത്ര വളരെ സുഗമമാകും. കൊട്ടാരക്കര ടൗണിലെ കുരുക്കൊക്കെ കഴിയും. കാരണം ഈ നാഷണൽ ഹൈവേ തീരുന്നതോടെ അവിടെ പോകേണ്ടവരെല്ലാം ഇപ്പോൾ ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ എറണാകുളത്തേക്ക് പോകുന്ന ആളുകൾ അതുവഴി അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഒരു 60 മുതൽ ഏതാണ്ട് 60-70% വാഹനങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ വളരെ സുഗമമായ യാത്ര വരും. നമ്മൾ ഈ കോവിഡിന് ശേഷം ടൂറിസം എന്ന് പറയുന്ന, യാത്ര എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് ആളുകൾ സ്വന്തമായി വാഹനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ യാത്ര പോകുന്നത് ഒരു ശീലമായി മാറി. നമ്മൾ പലപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ അടച്ച് 2 വർഷം ഇരുന്ന് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കേരളത്തിനകത്ത് തന്നെ, ഇപ്പോൾ നമ്മൾ വാഗമണ്ണിൽ പോയാലും കുട്ടിക്കാനത്ത് പോയാലും അവിടെയെല്ലാം തേക്കടി, മൂന്നാറൊക്കെ ചെല്ലുമ്പോഴെല്ലാം കാണുന്ന നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ്, നമ്മുടെ നാട്ടുകാരാണ് ടൂർ പോകുന്നത്. ശനിയും ഞായറും അവധി കിട്ടിയാൽ നേരെ ഒരു ടൂർ പോകുക എന്നുള്ളതാണ്. അതൊരു നല്ല ശീലമാണ്. ആ ശീലമാണ് കേരളത്തിലെ ടൂറിസത്തിൽ വലിയൊരു വളർച്ച ഉണ്ടാക്കിയത്. ആ വളർച്ച ഈ യാത്രകളെല്ലാം പോകുമ്പോൾ ഈ റോഡിൻ്റെ അരികിലുള്ള നല്ല റെസ്റ്റോറൻറ്റുകൾ, വൃത്തിയുള്ള റെസ്റ്റോറൻറ്റുകൾ വേണമെന്നാണ്. ഞാൻ തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒരു ദിവസം എന്നെ മുൻ MP-യും കേന്ദ്രമന്ത്രിയുമായ KV തോമസ് മാഷ് വിളിക്കാൻ. മാഷ് എന്നോട് പറഞ്ഞു, ഗണേഷ് കുമാർ, എൻ്റെ മകൾ ബാംഗ്ലൂരിൽ പോയിട്ട് വന്നു, ഏറ്റവും മോശപ്പെട്ട റെസ്റ്റോറൻറ്റിലാണ്, ഒരു നല്ല ടോയ്ലറ്റ് പോലും ഇല്ലാത്ത റെസ്റ്റോറൻറ്റിലാണ് KSRTC ബസ് നിർത്തി കൊടുക്കുന്നത്. വളരെ അസഹനീയമാണ്, സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ മുഴുവൻ KSRTC ഉദ്യോഗസ്ഥർ, KSRTCയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒരാളെയും കൂടെ വിട്ടിട്ട് അക്രഡിറ്റ് ചെയ്തു. ഈ ഹോട്ടലുകളെല്ലാം ഏറ്റവും നല്ല ഹോട്ടൽ, 2 ബസ് പാർക്ക് ചെയ്യാൻ പറ്റണം, പിന്നെ സ്ത്രീകൾക്ക് 2 ടോയ്ലറ്റ് മിനിമം വേണം, ഹൈജീനിക് ആയിട്ടുള്ള, പുരുഷന്മാർക്ക് ടോയ്ലറ്റ് വേണം, നല്ല ഫുഡായിരിക്കണം, ന്യായമായ വിലയായിരിക്കണം, അത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് മാത്രമേ ഡിമാൻഡുള്ളൂ. വേറെ KSRTCക്ക് ഒരു പൈസയും വേണ്ട. 10 രൂപയുടെ ഒരു ടിക്കറ്റ് അടിക്കുകയാണ്, ഈ വണ്ടി ഇവിടെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ പലരും മാധ്യമങ്ങളെ സമീപിച്ചു. കാരണം വെച്ചാൽ സ്ഥിരമായി കച്ചവടം നടത്തുകയും ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു കൈമടക്കം ഫുഡും കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊക്കെ നിന്നപ്പോൾ പല മാധ്യമങ്ങളെ സമീപിച്ചു. ഇത് ഭയങ്കര കുഴപ്പമാണ്. ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കേരളത്തിൽ നിന്ന് 70-ലധികം ഹോട്ടലുകൾ നമ്മൾ നാഷണൽ ഹൈവേയിലും MC റോഡിലുമായിട്ട് കേരളത്തിന് പുറത്തുമായി അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലുകളിൽ മാത്രമേ KSRTC ബസ് നിർത്തത്തുള്ളൂ. അവിടെ നിർത്തുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലടക്കം ഒരു ക്യാൻറ്റീൻ തുടങ്ങാൻ വേണ്ടി ടെൻഡർ വിളിച്ചിട്ട് വരില്ല. കാരണം അതൊരു കുത്തകയാണ്, അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനെ. അവർ പറയുന്ന തരത്തിൽ പണ്ട് ശബരിമല മേൽശാന്തിക്ക് അടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മീൻ വറുത്തത് കൊടുത്ത ആൾക്കാരാണ്. ശബരിമല മേൽശാന്തി അന്ന് താമസമല്ല, എന്ന് പോയി വരുക എല്ലാ മാസവും. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ചെന്നപ്പോൾ ശബരിമല മേൽശാന്തിക്ക് മീൻകറിയും മീൻ പറയും കൂടെ വിളമ്പിയ പറയുമ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ പാക്കേജ് ഇങ്ങനെയാണ്, മീനും കൂടെ ഉണ്ട്, കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. 2002 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയായിരുന്നു റെസ്റ്റോറൻറ്റ്. അതെല്ലാം അടച്ചു. പുതുതായി കൊട്ടാരക്കര അടക്കം റെസ്റ്റോറൻറ്റ് വിളിച്ചപ്പോൾ നന്നായിട്ട് നടത്താൻ തയ്യാറല്ല, ആക്രിയായിട്ട് നടത്താനേ അവർ തയ്യാറുള്ളൂ. അതിനെ നന്നായിട്ടല്ലാതെ നടത്താൻ ഞാനും തയ്യാറല്ല. അങ്ങനെ ഒരു മത്സരത്തിൽ അത് ഒഴിവായി. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ
വണ്ടി നിർത്തി കൊടുക്കുന്നു, ആൾ നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകളും കുട്ടികളും ഫാമിലി ആയിട്ട് കെ എസ് ആർ സിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി ബസ്സിനകത്ത് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ എണ്ണം കൂടിയത്. ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ നല്ല ഹോട്ടലുകളിൽ നിർത്തി കൊടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതിൽ തന്നെ ഒരു വലിയ എണ്ണം യാത്രക്കാരുടെ എണ്ണത്തിൽ കെ എസ് ആർ സി വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാരണം തന്നെയാണ്. എ സി ബസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഇതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അതുപോലെ ഈ കെ എസ് ആർ ടി ബസ് സ്റ്റേഷനിൽ വന്ന എയർ കണ്ടീഷൻ വെയിറ്റിംഗ് റൂം, ഫാമിലി വെയിറ്റിംഗ് റൂം, അത് യാത്രക്കാരെ ആകർഷിച്ചിട്ടുണ്ട്. കാരണം കുടുംബസമേതം വരിക. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങി, കുടുംബസമേതം ഇവിടെ വരണം. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ധാരാളം നല്ല റെസ്റ്റോറൻറ്റുകൾ കേരളത്തിലെമ്പാടും തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, കഴിക്കാൻ ആളുണ്ട്. കാരണം ആളുകൾക്ക് ഇപ്പോൾ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ പുറത്ത് പോയി ഒന്ന് കഴിക്കാമെന്നില്ല. ഇപ്പോൾ കൊട്ടാരക്കര തന്നെയുണ്ട്. കൊട്ടാരക്കരയുള്ള ഇവിടെ താമസിക്കുന്നവർക്ക് പോലും കുഞ്ഞുങ്ങളുമായി അല്ലെങ്കിൽ ഒരു ശനിയോ ഞായറോ ഒരു അവധി ദിവസം വന്നു, അല്ലെങ്കിൽ വിശേഷ ദിവസം വന്നു, പുറത്ത് പോയി ഒന്ന് ആഹാരം കഴിക്കാൻ കഴിയണം. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു ഹോട്ടല് എൻ്റെ മണ്ഡലത്തിൽ വെട്ടിക്കോല തുടങ്ങി. അപ്പോൾ അത് ഒഴിഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഞാൻ അതിനൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. കാരണം ആ റോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ ശബരിമല ബൈപ്പാസ് റോഡായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ റോഡിലൂടെ വടക്കൻ ജില്ലകളിലേക്ക് പോകുന്ന എല്ലാവർക്കും അവിടെ നിർത്തി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം ഒന്ന് ആഹാരം കഴിക്കാനും കയറാനുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നതോടുകൂടി അത് വലിയ ക്ലിക്കാവും. കാരണം നമ്മൾ വിചാരിക്കുന്നത് അവിടെ ആരാ വരുന്നത്, അതൊരു വഴി, ആ വഴി ഒരു പ്രധാന വഴിയായി മാറി. അവിടെ എവിടെയും പൊട്ടൻഷ്യലുണ്ട്. നല്ല സാധനം എവിടെയുണ്ടെങ്കിലും അത് തേടി ഏത് കുഗ്രാമത്തിലും ആളുകൾ വരും. നമുക്കറിയാം, ഇപ്പോൾ ചാനലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫുഡ് ബ്ലോഗർമാരുണ്ട്. അവർ ചില ചായക്കട, ചില അമ്മമാർ നടന്ന തട്ടുകട, ചില കുടുംബശ്രീയുടെ സാധനം, ഇതൊക്കെ പോയി കവർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവിടെ പോയി ഒന്ന് കഴിക്കണം കേട്ടോ. മീനൊക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്നതാണ്, അപ്പം നമുക്ക് മാറ്റി തിന്നണം എന്ന് തോന്നുന്ന ഒരു കാലമാണിത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോയി ആഹാരം കഴിക്കുക എന്ന് പറയുന്നത്, പണ്ട് എൻ്റെ അച്ഛനൊക്കെ പറയണം ബേക്കറി പലഹാരം തിന്നാൽ മുടിഞ്ഞു പോകുമെന്ന് പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പുറത്ത് പോയി ആഹാരം കഴിക്കാതെ കുഞ്ഞുങ്ങൾ നമ്മളെ വിടില്ല, ചെറുപ്പക്കാരും അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം നല്ല റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇവർ ബിസിനസ്സിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, അവർ ഒരു 10-15 പേർക്കെങ്കിലും തൊഴിൽ നൽകാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. 10-15 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 15 കുടുംബത്തിൽ വിളക്ക് തെളിയുന്നു എന്നുള്ളതാണ്. ഒരു വെളിച്ചം തെളിയുകയാണ്. 15 ഒരു കുടുംബത്തിൽ 2 പേരെ വെച്ച് അല്ലെങ്കിൽ 4 പേരെ വെച്ച് കൂട്ടിയാൽ തന്നെ 10-60-80 പേർക്ക് ജോലി കിട്ടി എന്ന് പറയുന്നത് വലിയൊരു പുണ്യമാണ്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തെറ്റായൊരു ധാരണയുണ്ട്. അത് നന്നായി ഇവർ നോക്കാമെങ്കിലും ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ. ബിസിനസ് നടത്തി പരാജയപ്പെട്ടതുകൊണ്ടാണ് കെ എസ് ആർ ടി സി നന്നാക്കാൻ പറ്റുന്നത്. കാരണം എൻ്റെ കൈ പൊള്ളിയണക്ക് ആർക്കും പൊള്ളിയിട്ടില്ല. എൻ്റെ കൈ പൊള്ളിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഇത് ചെയ്താൽ കൈ കൊള്ളും എന്നറിയാം. അതുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ കൈ കൊള്ളാത്തത്. കാരണം അവിടെ ദാരിദ്ര്യമൊക്കെ ഞാൻ കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് നേരിട്ടുള്ള അനുഭവത്തിൽ. ഞാൻ ഈ വ്യാപാരിയായി ഒരു കച്ചവടം നടത്തി പൊളിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് അറിയാം. ഇത് സിനിമാ നടനൊപ്പം കച്ചവടം നടത്തിയതുകൊണ്ട് പരാജയപ്പെട്ടു. പക്ഷെ രക്ഷപ്പെട്ടത് സിനിമയിലും രാഷ്ട്രീയത്തിലുമാണ്. മറ്റ് കച്ചവടത്തിന് എന്നെ കൊള്ളില്ല എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഞാൻ ഈ കുട്ടികളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ 3 പേരുണ്ട്, 3 പേരിൽ ഒരാളുടെ പ്രസൻസ് എപ്പോഴും ഇവിടെ ഉണ്ടാകണം. കാരണം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടുള്ള ഇടപെടലാണ് വളരെ പ്രധാനം. ഒരിക്കൽ വന്നവർ വീണ്ടും വരണം. അവരെ കൂടുതൽ ആവശ്യം നമ്മുടെ ജിമിൻ്റെ കടയാണെന്ന് കയറണം. അങ്ങനൊരു ബന്ധം നിങ്ങൾ 3 പേരും ഉണ്ടാക്കി വയ്ക്കണം. നിങ്ങളുടെ കടയാണ്, ഇതേ പോകുമ്പോൾ നിങ്ങളുടെ കടയിൽ കയറാതെ പോയാൽ ശരിയാവില്ല. പലപ്പോഴും നമ്മൾ സെൻറ്റിമെൻസാണ്. ഒരു ചായയെങ്കിലും അവിടെ കയറി കുടിക്കാതെ പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു നല്ല സൗഹൃദം നിങ്ങൾക്ക് 3 പേർക്കും സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ പിന്നൊന്നും തിരിഞ്ഞു നോക്കാനില്ല.